കൂടുതലും പിഗ്മെൻറ്റേഷൻ നമുക്കൊരു 40 കഴിഞ്ഞവരിൽ നമുക്കിലാണ് കണ്ടുവരുന്നത്. ഒരുപാട് പ്രശ്നമുണ്ട്. 40 ഇയേഴ്സ് കഴിഞ്ഞവരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ഫേസ് ക്രീം വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. പിഗ്മെൻറ്റേഷന് വേണ്ടി മാത്രം. അത് വേണമെങ്കിൽ ചലഞ്ച് ചെയ്തോളൂ. 7 ഡേയ്സ് കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ അത്രയും ഒരു ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് പറയുന്നത്. നല്ല മാറ്റം നമ്മുടെ സ്കിന്നിന് വരും. അപ്പോൾ ഇത് ഫേസ് ക്രീമായിട്ട് നിങ്ങൾക്ക് ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അതും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ് കേട്ടോ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫേസ് ക്രീം ചെയ്യേണ്ടതെന്നുള്ളത്. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഫേസ് ക്രീം റെഡിയാക്കാം. അപ്പോൾ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പല ആൾക്കാരിലും ഇപ്പോൾ നമ്മളെല്ലാവരെയും ഞാൻ ഒരുപാട് പേരെ ഓൺലൈൻ വഴി ഞാൻ സ്കിൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിൻ നോക്കുന്ന സമയത്ത് ഒത്തിരി പേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ 40 കഴിയുമ്പോഴേക്കും തന്നെ പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല സ്കിൻ ഭയങ്കര ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈ ആവുന്നതിൻ്റെ പല റീസൺസും ഉണ്ട്. കാരണം ചില ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് സോപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ സ്കിന്നിന് പ്രോപ്പറായിട്ടുള്ള ഒരു മോയ്സ്ചർ ഇല്ല. എന്താണ് നമ്മളുടെ എന്താ പറയുക സ്കിൻ കെയർ റൊട്ടീൻ എന്ന് അറിയാത്തവർ. അതുപോലെ തന്നെ നമ്മളുടെ ഇതുപോലത്തെ സ്കിന്നിന് ഇങ്ങനെ നമ്മൾ ഓരോ ഏജിനനുസരിച്ച് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്യണം എന്നറിയില്ല. ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൂടുതൽ ആൾക്കാരും ഞാൻ കാണുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1-2 സിറ്റിംഗ് ഒക്കെ എടുക്കും. ട്രീറ്റ്മെൻറ്റ് പീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ റിസൾട്ട് ഇല്ല. പിന്നെ നമ്മളത് അവിടെ ഇടുവാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒത്തിരി പേരിൽ കണ്ടുവരുന്നത്. ശരിക്കും നമ്മൾക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മൾ നല്ലൊരു 30 ആകുമ്പോൾ തന്നെ നമ്മളൊരു പ്രോപ്പർ സ്കിൻ കെയർ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരില്ല. പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടും ഓരോ ഏജിലും നമ്മൾ സ്കിന്നിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്കിന്നിലേക്ക് ആവശ്യം എന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രശ്നം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ 40 ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും സ്കിന്നിന് ഞാനൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അത് സ്കിൻ കെയറിൽ ഞാൻ നിങ്ങളുടെ കൂടെ 3 മാസം നിന്നുകൊണ്ട് നമുക്കിവിടെ സെൽഫ് കെയറിൻ്റെ ഒരു ഗൈഡൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. 3 മാസം കൊണ്ട് സ്കിന്നിൽ എന്തൊക്കെയാണോ പ്രശ്നമുള്ളത് അതെല്ലാം തന്നെ എനിക്ക് പറ്റും കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ചെയ്ത് തരാനായിട്ട്. അത് ഞാൻ ചുമ്മാ പറയുന്ന ഒരു വാക്കൊന്നുമല്ല, പ്രോപ്പർ ഗൈഡൻസിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. 3 മാസത്തെ നമ്മളുടെ പ്രോപ്പർ ട്രെയിനിങ് ആയിരിക്കും വരുന്നത്. 3 മാസത്തിൽ ഫസ്റ്റ് നമ്മൾ സ്കിൻ അനലൈസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ സ്കിന്നിൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് പറഞ്ഞുതരും. ആ പ്രൊഡക്റ്റ് നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. അതിനുശേഷം ഡെയിലി അപ്ഡേഷൻ എടുക്കും. ഓരോ ദിവസവും നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നോക്കും. അതിനുശേഷം നമുക്ക് 3 മന്ത്സ് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും 100% റിസൾട്ടായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. 99 അല്ല 100% റിസൾട്ട് തരാൻ എനിക്ക് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിലും ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്കും എൻ്റെ സ്കിന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാം ഇത് 30 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, 40+ ഉള്ളവർക്ക് മാത്രമാണോ പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കിൻ കെയറിൻ്റെ റൊട്ടീനും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരണം, നിങ്ങൾക്കും എൻ്റെ ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം കേട്ടോ. കാരണം 40+ ഉള്ളവർക്കെന്ന് വെച്ചാൽ അവരുടെ സ്കിന്നിൽ അത്രയും പ്രോബ്ലംസ് ഉണ്ട്, അത്രയും പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അറിയുന്നില്ല പ്രോപ്പറായിട്ട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലെ ഒരാൾ ഗൈഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 40+ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇനി അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 30-ലൊക്കെ സ്കിൻ കെയർ കറക്റ്റ് ആക്കണം, അവർ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തരണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കൊരു ഫീസൊക്കെ ഉണ്ട്, 3 മാസത്തേക്ക് 5000 ആണ്. അപ്പോൾ അതൊക്കെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് പറയും നിങ്ങൾ മറ്റേ
ഫീസൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫീസ് തീർച്ചയായിട്ടും ഉണ്ട്, അതെൻ്റെ ടൈമിന് ഞാൻ കൊടുക്കുന്നതാണ്. സോ അപ്പോൾ അത് മാത്രമല്ല, എനിക്കിത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ കൂടിയാണ്. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു നോളേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ പോയി എന്ത് പ്രൊഡക്റ്റ് മേടിക്കണം എന്നറിയില്ല, ഒരുപാട് പൈസ കളയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് ഇന്ന് കണ്ട പ്രൊഡക്റ്റ് ഇന്ന് വാങ്ങിക്കും, നാളെ അത് അത് മേടിക്കുക, എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ എന്താ പറയുക, അങ്ങനെ സ്കിൻ നശിപ്പിച്ച് വെക്കുന്ന രീതിയിലാണ് ഒരുപാട് പേരുടെ സ്കിൻ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഗൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങളെ കൊണ്ട് 3 മാസം ഞാൻ ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. നമ്മളുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മളുടെ വാട്സപ്പ് നമ്പറുണ്ട്, മെസ്സേജ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ അതിനുശേഷം നമുക്ക് എപ്പോഴാണോ നിങ്ങൾ ജോയിൻ ചെയ്യണം ആ ഡേ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളുടെ ഇന്നത്തെ ഒരു മാജിക്കൽ ക്രീമാണ് കേട്ടോ. എനിക്കിത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നല്ല കാര്യങ്ങൾ പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, ഭയങ്കര റിസൾട്ടായിരിക്കും. കാരണം ഒരുപാട് പേരുടെ ഫേസ് ഞാൻ കണ്ട ഒരു കാര്യമാണ് പിഗ്മെൻറ്റേഷൻ എന്നുള്ളത്. പിന്നെ നമ്മൾ എന്തൊക്കെ ഇതുപോലെ ഫേസ് മാസ്കോ ഫേസ് ക്രീമോ ഒക്കെ ചെയ്താലും നമ്മളുടെ റൊട്ടീൻ കൂടെ നമ്മൾ പ്രോപ്പർ ആക്കാതെ നമ്മൾ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ, നമ്മൾ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കണം. സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും, ഞാൻ വീണ്ടും പറയാം, നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമാണോ, എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കണം ഇല്ലേ. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആക്റ്റീവായിട്ട് ഇരിക്കണം, നമുക്ക് എനർജി വേണം. അതിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് നമ്മളുടെ സ്കിൻ എപ്പോഴും ആക്റ്റീവായിട്ടും നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് നല്ലപോലെ സ്കിൻ കെയർ കൊടുക്കണം, നന്നായിട്ട് മോയ്സ്ചർ ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മളുടെ സ്കിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്കിൻ കെയർ കൊടുക്കണം. സ്കിൻ കെയറിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ മാസ്കുകൾ ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ റിസൾട്ട് അടിപൊളിയായിരിക്കും, അതിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും അതിൻ്റെ കൂടെ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. അറിയാത്തവർ കേട്ടോ, ഇനി നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അറിയാത്തവർക്ക് ഇതുപോലത്തെ ഗൈഡൻസ് കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ പൈസ നമ്മൾ പ്രൊഡക്റ്റിന് വേണ്ടി കളയുന്നു. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്രീം നമുക്ക് റെഡിയാക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ എടുക്കാം. നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്കറിയാം എല്ലാവർക്കും. സോ അതെടുക്കുക. 1/2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. അതിലേക്ക് നമ്മൾ എടുക്കുന്ന ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം മതി കേട്ടോ, അത് പൊട്ടിച്ചെടുക്കുക. ദെൻ ആപ്പിൾ ജ്യൂസ് വേണം നമുക്ക്. ഒരു ആപ്പിൾ എടുക്കുക, നന്നായിട്ട് ഗ്രേറ്റ്. ആപ്പിൾ ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന, ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ജ്യൂസ് അല്ല, നമ്മൾ വീട്ടിൽ തന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം, ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ഒരു കോട്ടൺ തുണിയിലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് അത് ആപ്പിളിൻ്റെ ജ്യൂസ് തന്നെ, വളരെ നാച്ചുറലായിട്ട് ആ ജ്യൂസ് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ആ ജ്യൂസ് എടുക്കുക. അത് 2 ടീസ്പൂണെങ്കിലും കിട്ടണം കേട്ടോ. ആ രീതിയിലായിരിക്കണം നമുക്ക് ആ ജ്യൂസ് എടുക്കേണ്ടത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് അലോവേറ ജെല്ലെടുക്കുക. 1 ടീസ്പൂൺ അലോവേറ ജെല്ലെടുക്കുക. അപ്പോൾ അത് നമുക്കിവിടെ എന്തൊക്കെയാണ് വേണ്ടത്? അലോവേറ ജെല്ലെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഗ്രീൻ കളറിലുള്ള അലോവേറ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക കേട്ടോ. അത് ഓക്കെ അല്ല, നല്ലതല്ല. നമുക്ക് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അലോവേറ മേടിക്കുമ്പോൾ. ഭയങ്കര വൈറ്റ് കളറായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള അലോവേറ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അലോവേറ ജെല്ല് ആ ഒരു രീതിയിലുള്ളത് വേണം നമ്മൾ മേടിക്കാനായിട്ട്. അപ്പോൾ അതും കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഗ്ലിസറിൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാം. വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കുക. 1/2 ടീസ്പൂണാണ് എടുക്കാൻ പറഞ്ഞത്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമുക്ക് ആപ്പിൾ ജ്യൂസ് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കണം, പുറത്തുനിന്ന് മേടിക്കുന്ന ജ്യൂസല്ല. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ജ്യൂസ് കിട്ടും. 2 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾ അലോവേറ ജെല്ല് 1 ടീസ്പൂണാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങളുടെ സ്കിൻ ഓവർ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓയിലിൻ്റെ അളവ് കുറച്ച് കൂട്ടാം. ഈ മറ്റേ ആൽമണ്ട് ഓയിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. അതല്ല നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രൈ ആണെങ്കിൽ മാത്രം എടുക്കുക. അതിൽ മറ്റേ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ പോകാൻ. നോർമൽ സ്കിന്നാണെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് കൂടുതലെങ്കിൽ മാത്രം ഓയിൽ കുറച്ച്
കൂടുതൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ക്രീമായിട്ട് തന്നെ കിട്ടും, ഫേസ് ക്രീം പോലെ തന്നെ കിട്ടും. ഇത് നമ്മൾ ഒരു ചെറിയൊരു കുപ്പി ജാറൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് മാസ്ക് പോലെ ഡെയിലി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരാഴ്ച നിങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ സ്കിന്നിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ചുമ്മാ പറയണതല്ല, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് അറിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. കാരണം എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് അത്രയും റിസൾട്ടാണെന്നുള്ളത് എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും എല്ലാം തന്നെ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുപോലെ കമൻറ്റും ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ വീണ്ടും പറയുവാണ്, ഇതൊക്കെ നിങ്ങളൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് മെസ്സേജായിട്ട് തന്നെ എനിക്ക് മറ്റേ കമൻറ്റ് ചെയ്ത് അറിയിക്കണം, മറന്നു പോകരുത് കേട്ടോ. കാരണം അത്രമാത്രം റിസൾട്ടാണ്. ഇതുപോലത്തെ പിഗ്മെൻറ്റേഷനൊക്കെ വേണ്ടി ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ സ്കിൻ കെയറും കൂടി കൊണ്ടുപോകണം. വീണ്ടും പറയണം, സ്കിൻ കെയറും കൂടി കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളുടെ വയസ്സ് 50, 60, 70 എത്രയോ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിൻ എന്താണെന്നോ സ്കിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാം. 3 മാസം കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരും നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് ആണ് ഞാൻ തരുന്നത്. അതല്ലാതെ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിപ്പിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള എന്താ പറയുക കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റോ ഒന്നും പറയത്തില്ല. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കുന്നു. നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരും, കൂടെ നിൽക്കും. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റാണോ നോക്കും. ചില ആൾക്കാർക്ക് പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞുതരും, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം പറഞ്ഞുതരും. 3 മാസം കൊണ്ട് നമുക്ക് ക്ലിയർ സ്കിൻ കിട്ടും. മനസ്സിലായോ? അത് ഞാൻ വീണ്ടും ഗ്യാരൻറ്റി പറയണം. അപ്പോൾ ഈ മാസ്ക് നിങ്ങൾ ട്രൈ ചെയ്യുക. മാസ്ക് അല്ല, ഇത് ക്രീമായിട്ട് തന്നെ എടുക്കാം. ട്രൈ ചെയ്യുക, എന്നിട്ട് ഇത് എനിക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ഒരുപാട് ഗുണമുണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.